എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ജില്ലയിലുള്ള വരിക്കാശ്ശേരി മനയാണ് കാണുന്നത്. ഒരുപാട് സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം. ഇതിൻ്റെ അനുബന്ധമായിട്ട് ഇവിടെ ഒരു അതിഥികൾക്ക് താമസിക്കാനായിട്ട് ഗസ്റ്റ് ഹൗസ് പോലൊരു മാളിക ഇപ്പോൾ സൈഡിലുണ്ട്. ഇതിൻ്റെ താഴേൽ അടച്ചിട്ടേക്കാണ്. മുകളിൽ ഉള്ള ഹോളിൽ നമുക്ക് കയറാൻ പറ്റും. അതിനകത്ത് ഒരു 3-4 മുറികളാണ്, വലിയ വലിയ റൂംസാണ് ഗസ്റ്റുകൾക്ക് താമസിക്കാനായിട്ട്. പിന്നെ വലിയൊരു കോമ്പൗണ്ടാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു കുളമുണ്ട്, പിന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഒരുപാട് ചക്കകൾ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വലിയൊരു കുളമുണ്ട്. കുളത്തിൻ്റെ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പൂവുണ്ടായിരിക്കുന്ന ഒരു ചെടി, ഇവിടെ ചെത്തി, അശോക ചെത്തിയാണെന്ന് തോന്നുന്നു. നിറയെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ വരെ നിൽക്കുന്നുണ്ട്, അമ്പലത്തിൻ്റെ സൈഡിലായിട്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ് ചെടി ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫുള്ളായിട്ട് പാടശേഖരങ്ങളാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ പാടശേഖരങ്ങളൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഫുള്ളായിട്ട് പാടങ്ങളാണ്. ഇവിടെ വരുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരിക്കാശ്ശേരി മന കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അടുത്ത് തിരുവല്ലാമലൈ ശ്രീരാമക്ഷേത്രമുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം വെളുപ്പിനെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം അമ്പലത്തിൽ കയറിയിട്ട് ഈ വരിക്കാശ്ശേരി മലയിലേക്ക് വരാം. കാരണം ഇവിടെ ഓപ്പണാണ്. അമ്പലം ഒരു 11 മണിക്ക് ക്ലോസ് ചെയ്യും. ഇവിടുത്തെ കിച്ചണാണ്, പഴയ കാലഘട്ടത്തിൽ നിന്നുള്ള അടുക്കള. ഒരുപാട് ആൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറുണ്ട്. അതുപോലെ സ്റ്റോർ റൂം. ഇവിടെ ഒരു കിണറുണ്ട്, വലിയൊരു ആഴമുള്ള കിണറാണ്. അതിനകത്ത് കാണാൻ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ നമ്മൾ വരുന്ന ആളുകളുടെ ഒരു ഗതിയാണ്. വൃത്തിയാക്കി സൂക്ഷിക്കാൻ അറിയാത്ത ആൾക്കാരാണ് കുറേ പേര്. എന്താ പറയുക, ഇവിടെ ആട്ടുകല്ല്. പിന്നെ ഇവിടെ നിന്ന് ആണ് കിണർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പഴയ കാലത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ കറക്കുന്ന ഒരു സംഗതിയുണ്ട് ഇവിടെ. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് വെള്ളം കോരി എടുക്കുന്നു. ഇവിടെയാണ് ബാക്കിയുള്ള അനുബന്ധ പരിപാടികളൊക്കെ, അടുക്കളയാണ്. ഇവിടെ നിന്നൊരു കോണിയുണ്ട് മുകളിലോട്ട്. ഇതുവഴി അവിടെ എന്തോ സ്റ്റോർ റൂം മറ്റോ ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് അങ്ങോട്ടേക്ക് ഉണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇവരുടെ കുടുംബക്ഷേത്രമാണ്. ചെറിയൊരു അമ്പലം ഇവിടെയും കാണാം. ഇവിടെയും കാണാൻ നമുക്കൊരു വലിയ ഒരു മരം, പൂവുണ്ടായി നിൽക്കുന്ന അശോക ചെത്തി. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മരം അവിടെ നിൽക്കുന്നുണ്ട്. നിറയെ പൂക്കളാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് കേട്ടോ.
വരിക്കാശ്ശേരി മന നടന്ന് ഫുള്ള് ഞാൻ കണ്ടു. നമുക്ക് എല്ലായിടത്തേക്കൊന്നും എൻട്രൻസ് ഇല്ല, പക്ഷേ കുറേ സ്ഥലങ്ങളിലൊക്കെ അവർ അലോ ചെയ്യുന്നുണ്ട് കയറാനായിട്ട്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയപാത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കുറച്ച് ശാന്തമായി സമാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ്. ഇവിടെ ഒരാൾക്ക് കയറുന്നതിന് 50 രൂപയാണ് ചാർജ് വാങ്ങുന്നത്. എത്ര നേരം വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെ ഒരു ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് പോകാനായിട്ട് ശ്രമിക്കുക, ഈ ഭാഗത്തേക്ക് വരുന്ന ആളുകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു പീസ് ഉണ്ട് ഇവിടെ വന്നിരുന്നിട്ട്. എന്തൊക്കെയോ നല്ലൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരാനായിട്ട്. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ തിരുവല്ലാമല ഒരു കുന്നിൻ്റെ മുകളിലാണ് ശ്രീരാമൻ്റെ ക്ഷേത്രമുള്ളത്. അവിടെ ലക്ഷ്മണനുണ്ട്, ഹനുമാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വരാൻ ശ്രമിക്കുക, നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്കൊരു പാക്കേജ് പോലെ പ്ലാൻ ചെയ്ത് വരാൻ പറ്റും. ഇവിടെ ഈ പഴയ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചൊരു ഫീലിംഗ്. ഇപ്പോൾ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളും കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വേൾഡിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചെറുപ്പകാലത്ത് എൻ്റെ മദറിൻ്റെ വീട് അതുപോലെ തന്നെ ഒരു ഓടിട്ട വലിയ വീടായിരുന്നു. അവിടെ 4 സൈഡിലും പാടങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അതിൻ്റെ ഒരു മെമ്മറി എടുക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് സമാനമായൊരു മെമ്മറി എന്നിലേക്ക് കടന്നു വന്നു. കാരണം അത് നമ്മളുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മളവിടെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുക, അതൊക്കെ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. കാലത്ത് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറേ നടന്നിട്ടൊക്കെ വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അന്ന് വണ്ടികളൊക്കെ അന്ന് കുറവായിരുന്നു. അപ്പോൾ അവിടെ മുഴുവൻ ഇപ്പോഴും അവിടെയൊക്കെ കംപ്ലീറ്റ് പാടശേഖരങ്ങൾ തന്നെയാണ്, വീടുകളൊന്നും കാര്യമായ ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് അതേപോലത്തെ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ കുറച്ച് ഒരു ചൂട് കാര്യങ്ങളൊക്കെ ഇവിടെ തോന്നുന്നുണ്ട്, ഉച്ച സമയമാണ്. എന്നിരുന്നാലും ഒരു ശാന്തി സമാധാനം അതിവിടെ ഉണ്ട്.